That's surprising because that's the first ambulance we've seen today. Say. That is surprising because that's the first ambulance we've seen the whole day today. ഈ ദിവസം മുഴുവൻ നാം സഞ്ചരിച്ചിട്ട് ആദ്യമായിട്ട് കാണുന്ന ആംബുലൻസ് ആണിത് എന്നാണ് രാഹുൽജി പറയുന്നത്. I'd like to welcome all the senior leaders from the UDF who are sitting on the stage, the senior leaders who are sitting here in front of us, UDF workers, brothers and sisters, friends from the media. വേദിയിലും വേദിക്ക് പുറത്തും സന്നിഹിതരായിട്ടുള്ള UDFന്റെ സമുന്നതരായ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും എൻ്റെ എല്ലാ സ്നേഹിതരെയും സഹോദര സഹോദരിമാരെയും മുഴുവൻ നാട്ടുകാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. You have walked with us today, supported us and given all your energy to the yatra. നിങ്ങളെല്ലാവരും ഈ യാത്രയിലൂടെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു, ഞങ്ങളെ പിന്തുണക്കുന്നു. നിങ്ങളുടെ സകലവിധ ഊർജവും ഈ മഹത്തായ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. Walking across Kerala, walking across India is not a small task. രാജ്യത്തങ്ങോളം ഇങ്ങോളം നടക്കുക എന്ന് പറയുന്നത്, ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കുക, കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. It is more than 3,500-600 kilometers. 3,500-3,600 കിലോമീറ്ററോളം വരുന്ന ദൂരം നടന്ന് തീർക്കുക എന്നാകുന്നു അതിന്റെ അർത്ഥം. But it becomes much easier when we have the support of the people. പക്ഷേ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അത് വളരെ വളരെ എളുപ്പമായി തീരുന്നുവെന്ന് തെളിയിച്ചിട്ടുള്ള യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. We get up in the morning at 6 o'clock. We walk the whole day, arrive here today now at 7:30, and we are less tired now than when we were in the morning. ഞങ്ങൾ കാലത്തുണരുന്നു, 6 മണിയോടുകൂടി നടത്തം ആരംഭിക്കുന്നു. അങ്ങനെ രാവിലെ മുതൽ ആരംഭിച്ച നടത്തം 6 മണിക്ക് തുടങ്ങിയത് ഇപ്പോഴിതാ ഇവിടെ 7 മണിക്ക് ശേഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ ഉണ്ടായിരുന്ന ക്ഷീണം പോലും ഇപ്പോഴില്ല എന്നുള്ളതാണ് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥാവിശേഷം. It is like swimming inside a river. നദിയിലൂടെ നീന്തും പോലെയാകുന്നു ഈ അനുഭവം. Where the river is pulling you along. നാം മുന്നോട്ട് പോകുമ്പോൾ നദിയാണ് നമ്മെ മുന്നോട്ട് തള്ളി മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ആ നീന്തലിന്റെ അനുഭവം. That is how I have been feeling since the beginning of this yatra. അതാണ് ഈ യാത്രയുടെ തുടക്കം മുതൽ എനിക്ക് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്ന സത്യം. There is a river that is flowing and we are flowing inside that river. ഇവിടെ ഒരു പുഴ ഒഴുകുകയാണ്, ഞങ്ങളും ആ പുഴയിലൂടെ മുന്നോട്ട് മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. And I have been noticing the characteristics of this river that we are swimming inside. ഞങ്ങൾ നീന്തുന്ന ഈ പുഴയുടെ സവിശേഷതകളും അതിന്റെ പ്രത്യേകതകളും ഞാൻ നിരീക്ഷിച്ചു വരികയായിരുന്നു. First thing, there is no hatred, there is no anger, there is no violence in this river. ഈ പുഴയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൽ വൈരമില്ല, വെറുപ്പില്ല, ഹിംസയില്ല, അതിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. Second thing I have noticed is as we are flowing in this river, there are many currents in the river. ഈ പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഒരുപാട് അന്തർധാരകളും ഒരുപാട് അലമാലകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. Sometimes the water flows slightly strongly in one direction. ചിലപ്പോൾ ഈ പുഴയിലെ ഓളങ്ങൾ കുറച്ച് ശക്തമായി ഒഴുകുന്നു. And maybe some people fall down. ചിലപ്പോൾ ആ പുഴയുടെ അലകളിൽപ്പെട്ട് ചിലർ വീണു പോവുകയും ചെയ്യുന്നു. Sometimes some people also get hurt. I've seen, for example, one policewoman, she fell inside a drain. ചിലപ്പോൾ വളരെ വേദനാജനകമെന്ന് പറയട്ടെ, ചിലപ്പോൾ ഈ ജാതക്കടയിൽ ചിലർ വീണുപോയ അനുഭവത്തിനും ഞാൻ സാക്ഷ്യം വഹിച്ചു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വീണുപോയത് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. Because there is tremendous energy in the river, sometimes it hurts somebody. ഈ ശക്തമായ ഊർജമുള്ള ഒഴുക്കായതുകൊണ്ട് ചിലപ്പോൾ ആ ഊർജ പ്രവാഹം ചിലരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുള്ളതാണ് അതിൽ അനുഭവം.
But what I've noticed is the moment someone falls down, moment somebody gets hurt, the entire river picks that person up again. പക്ഷേ എന്റെ അനുഭവം എന്തെന്നാൽ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന സംഭവിക്കുന്നുവെങ്കിൽ ആ വേദനിക്കുന്ന ഒരു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി പുഴ ഒന്നടങ്കം സ്തംഭിച്ചു നിന്ന് അവരെ ഉയർത്തിയെടുക്കുന്നു ആ ബുദ്ധിമുട്ടിൽ നിന്ന് ആ വിഷമാവസ്ഥയിൽ നിന്ന് എന്നുള്ളത്. And if the person needs help, the river provides the help. ആ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ പുഴ തന്നെ സഹായം ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. The river does not ask when a person falls, which religion are you from? Which community are you from? Which language do you speak? Are you a woman or a man? The river does not ask these questions. The river helps immediately. ഈ പുഴ അതിലൂടെ ഒഴുകുന്ന ആരോടും ചോദിക്കുന്നില്ല നിന്റെ മതമേതാണ്, ജാതി ഏതാണ്, സമുദായം ഏതാണ്, നീ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്നതിലൂടെ ഒഴുകുന്ന ഒരു വ്യക്തിയോടും ഈ പുഴ ചോദിക്കുന്നേയില്ല. So in a sense, this river represents our country, India. It represents this state, Kerala. അതിന്റെ അർത്ഥം ഈ പുഴ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ പുഴ മറ്റൊന്നല്ല, അത് ഇന്ത്യ തന്നെയാണ്, കേരളം തന്നെയാണ് ആ പുഴ. It is part of your culture. അത് നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതിന്റെ ശക്തിയാണ്. Your great leaders through the ages they have promoted these ideas. യുഗയുഗാന്തരങ്ങളായി ഈ പുഴയെ അത് ഉയർത്തിക്കുന്ന ആശയങ്ങളെ നിങ്ങളുടെ നേതാക്കന്മാർ പാലൂട്ടി പോന്നതാണ്. They did not seek to divide Kerala. അതൊരിക്കലും തന്നെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നേതാക്കളായിരുന്നില്ല. They did not seek to set fire to Kerala. അവരൊരിക്കലും കേരളത്തിന് തീ കൊടുക്കാൻ ഉദ്ദേശിച്ച നേതാക്കളായിരുന്നു. They did not seek to spread hatred in Kerala. ഒരിക്കലും കേരളത്തിൽ വെറുപ്പുണ്ടാക്കിയ നേതാക്കളായിരുന്നില്ല. They seek to unite Kerala, to make Kerala harmonious and to make Kerala as powerful as it possibly can be. അവർ കേരളത്തെ ഒന്നിപ്പിക്കാനും ശക്തിപ്പെടുത്താനും സാധ്യമായത്ര ഏറ്റവും വലിയ ഐക്യത്തോടെ നിലകൊള്ളുന്ന ഒരു ശക്തിയുറ്റ നാടാക്കി മാറ്റാനും വേണ്ടി പ്രവർത്തിച്ച നേതാക്കളായിരുന്നു. And wherever I have gone in this beautiful state, I have seen symbols of this unity, of this harmony. ഈ ഐക്യത്തിന്റെ ചിഹ്നങ്ങൾ, ഈ സൗഹൃദത്തിന്റെ അടയാളങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെന്നിടത്തെല്ലാം എനിക്ക് സാക്ഷിയാകാനും കാണുവാനും സാധിച്ചത്. For example, a symbol of this harmony is the Mamankam trade festival that you have over here, used to have over here. അതിൽപ്പെട്ട ഒരു ഉദാഹരണം, ഒരു പ്രതീകം ഈ നാട് കൊണ്ടാടിയിരുന്ന ഏറ്റവും വലിയ വ്യാപാര മേളയായ മാമാങ്കം മഹോത്സവമാണ് എന്നും ഞാൻ ഓർക്കുന്നു. So this is part of your DNA. ഇത് നിങ്ങളുടെ രക്തത്തിന്റെ ധമനിയുടെ ജീവന്റെ ഭാഗമായിട്ടുള്ള സംസ്കാരമാണ്. And wherever you look, this is visible in Kerala. നിങ്ങൾ എവിടെ നോക്കിയാലും ഈ മഹത്തായ സംഗതി നിങ്ങൾക്ക് ദൃശ്യമായി തീരും. And this is in a sense your strength. ഇതാണ് നിങ്ങളുടെ ശക്തിയുടെ രഹസ്യം. This is why Kerala has so much success across the world. ഇതുകൊണ്ടാണ് ലോകത്തങ്ങോളം ഇങ്ങോളം കേരളത്തിന് ഇത്ര വലിയ വിജയം വരിക്കാൻ ഇടയാക്കിയ ആ വിജയത്തിന്റെ പിന്നിലുള്ള ശക്തിവിശേഷം എന്നും നാം മനസ്സിലാക്കേണ്ടത്. The people of Kerala are humble and compassionate. കേരളത്തിലെ ജനങ്ങൾ വിനയാന്വിതരും കാരുണ്യമുള്ളവരുമാണ്. They have the ability to see another person suffering. അവർക്ക് കഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തിയെ കാണാനുള്ള വിശാല മനസ്സുണ്ട്. They have the ability to see another person's pain. മറ്റൊരാളുടെ വേദന അനുഭവിക്കാനുള്ള ഔദാര്യവും അതിനുള്ള മനസ്സും അവർക്കുണ്ട്. Regardless of who he is, where he comes from, whether he's male, female, what language he speaks, you have the ability to see people's pain. വേദനിക്കുന്ന മനുഷ്യന്റെ മതം, ജാതി, ലിംഗം, സമൂഹം, സമുദായം അതൊന്നും നോക്കാതെ വേദനിക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാനും സഹായിക്കാനുമുള്ള വിശാല മനസ്സാണത്. And this is why, for example, you have one of the best education systems in the country. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിന് സമാർജിക്കാൻ സാധിക്കുകയുണ്ടായത്. This is why you can build cities like Dubai. അതുകൊണ്ടാണ് ദുബായ് പോലുള്ള ഒരു നഗരത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ മലയാളികൾക്ക് കഴിവുണ്ടായത്. And this is why your nurses go like ambassadors
of Kerala across the world. അതുകൊണ്ടാണ് നിങ്ങളുടെ നഴ്സുമാരായ സഹോദരിമാർ ലോകത്തങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ സ്ഥാനപതികളായിട്ട് സഞ്ചരിക്കാനും ഇടയായിട്ട്. Imagine the disgrace your nurses would bring to Kerala if they ask their patient, what language do you speak? What religion are you from? Are you Muslim? Are you Hindu? Are you Christian? Imagine what would happen. ഈ നഴ്സുമാരോട് ആരെങ്കിലും ചോദിച്ചു വന്നിരിക്കട്ടെ, നിങ്ങൾ ആരാണ്, ആണാണോ പെണ്ണാണോ, മതമേത്, ജാതിയേത്, സമുദായമേത്, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക. The beauty of Kerala's nurses is that they do not ask these questions. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നതാണ് കേരളത്തിലെ നഴ്സിംഗ് രംഗത്തെ പെങ്ങന്മാരുടെ സൗന്ദര്യം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ. They understand the suffering of a human being. അവർക്ക് മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അറിയാം. And this is the power of Kerala and the power of India. ഇതാണ് കേരളത്തിന്റെ ശക്തി, ഇതാണ് ഇന്ത്യയുടെ ശക്തി. Now there are some people in this country who are confused. ചില ആളുകൾ ഈ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ ആശയക്കുഴപ്പത്തിലാണ്. They are under the impression that the answer to India's problems is to spread hatred, violence and anger in this country. ഇന്ത്യയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം സാധിക്കുന്നത്ര വെറുപ്പും വൈരവും വിദ്വേഷവും വമിക്കലാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ച് വശായിട്ടുള്ളത്. They believe in dividing this country and weakening this country. അവർ ഈ രാജ്യത്തെ വിഭജിക്കുന്നതിലും അതിനെ ദുർബലമാക്കുന്നതിലുമാണ് വിശ്വസിക്കുന്നത്. I want to ask you, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, let us look at this crowd over here. ഇവിടെ കൂടിയിട്ടുള്ള ഈ ജനസാമാന്യത്തെ, ഈ വലിയ ജനക്കൂട്ടത്തെ ഒന്ന് കാണുക. Look at all the talent in this crowd, the intelligence in this crowd. ഈ ജനക്കൂട്ടത്തിൽ അടങ്ങിയിട്ടുള്ള ശക്തിയെ കാണുക, The wisdom in this കഴിവുകളെ crowd. കാണുക. The wisdom in this crowd. ഈ ജനക്കൂട്ടത്തിൽ അടങ്ങിയിട്ടുള്ള ബുദ്ധിശക്തിയെ നിരീക്ഷിക്കുക. You can make this crowd do anything that it chooses. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജനക്കൂട്ടത്തിന്റെ ശക്തിയെ നിങ്ങൾക്ക് എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. If we unite the energy of this crowd, we can do anything we want. ഈ ജനക്കൂട്ടത്തിന്റെ ശക്തിയെ യോജിപ്പിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ, ഈ മഹത്തായ ജനസഞ്ചയത്തിന്റെ ശേഷിയെ, അവരുടെ ഊർജത്തെ സമാഹരിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ You can build great cities. നിങ്ങൾക്ക് വലിയ നഗരങ്ങൾ കെട്ടിപ്പടുക്കാം. You can build education system. നിങ്ങൾക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിർമ്മിക്കാം. You can build a healthcare system. നിങ്ങൾക്ക് ആരോഗ്യ സമുച്ചയങ്ങൾ സംഘടിപ്പിക്കാം. You can do anything you want with the talent in this നിങ്ങൾക്ക് crowd. ഇച്ഛിക്കുന്നത് എന്തും ഈ മഹത്തായ ജനക്കൂട്ടത്തെ കൊണ്ട് സാധ്യത പ്രായമാക്കാം. Now imagine സങ്കല്പിച്ചു നോക്കുക, if we divided this crowd. ഈ ജനക്കൂട്ടത്തെ നിങ്ങൾ വിഭജിച്ചാലോ? Imagine if everybody in this crowd was trying to beat each other and kill each other. ഇവിടെയുള്ള ഈ ജനക്കൂട്ടത്തിലെ ജനങ്ങൾ ഓരോരുത്തരും പരസ്പരം മല്ലടിക്കാനും പോരടിക്കാനും തുടങ്ങിയാലോ? Imagine if everybody in this crowd was only interested in insulting each other. ഈ ജനക്കൂട്ടത്തിൽ അടങ്ങിയിട്ടുള്ള ആളുകൾ പരസ്പരം അപമാനിക്കാനും അവഹേളിക്കാനും തിരിഞ്ഞാലോ? Could we ever use the talent of this crowd? അങ്ങനെയെങ്കിൽ ഈ ജനക്കൂട്ടത്തിന്റെ ശേഷിയെ നമുക്ക് എങ്ങനെയാണ് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും? Could we ever make this crowd do something successfully? നമുക്ക് അങ്ങനെ ഈ ജനക്കൂട്ടത്തെ ഒരു നല്ല കാര്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. Could we build great cities? ആർക്കാണ് വലിയ നഗരങ്ങളെ അപ്പോൾ സൃഷ്ടിക്കാൻ Could we build great hospitals? എങ്ങനെയാണ് ആശുപത്രികൾ, ആതുരാലയങ്ങളെ നിർമ്മിക്കാൻ Could സാധിക്കും? we build great universities? അങ്ങനെയാണ് സർവകലാശാലകളെ കെട്ടിപ്പടുക്കുക. Impossible. അസാധ്യമാണ്. Because the moment you brought 2 or 3 people together, they would fight. Because the moment you brought 2 or 3 people together, they would fight. മൂന്നാളുകളെ ഒന്നിച്ചു കൂട്ടി നിർത്തിയാൽ അവർക്കിടയിൽ സമരവും ഏറ്റുമുട്ടലും ഉണ്ടാവുമെന്നുള്ളതാണ് നിർത്തിയാലുള്ള ഫലം. Hatred is very easy to spread. വളരെ എളുപ്പമാണ് വെറുപ്പ് പ്രചരിപ്പിക്കാൻ. It is very easy to insult someone. മറ്റുള്ളവരെ അപമാനിക്കാൻ അതിലേറെ എളുപ്പമാണ്. But hatred and insults will never allow you to build a nation. പക്ഷേ ഈ രാജ്യത്ത് ഒരിക്കലും വിദ്വേഷം പടരാൻ നമുക്ക് അനുവദിച്ചുകൂടാത്തതാണ്. And that is what we are seeing. പക്ഷെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Narendra Modi ji is spreading hatred everywhere. നരേന്ദ്രമോദിജി എല്ലായിടത്തും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. And look at the state of the economy. ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ സ്ഥിതി ഒന്ന് പരിശോധിക്കുക. Highest unemployment India has ever faced. ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുടെ അവസ്ഥാവിശേഷമാണ് ഇന്ന്. Look at the situation with regards to the prices. വിലക്കയറ്റത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ.
400 rupee cylinder has become 1000 rupee cylinder. 400 രൂപയുള്ള സിലിണ്ടറിൽ നിന്ന് 1000 രൂപയാണ് വില കയറിയിട്ടുള്ളത്. And you go and ask any of these businessmen, these small and medium businessmen, they will tell you that demonetization and GST has destroyed their lives. ഈ അങ്ങാടിയിലെ കച്ചവടക്കാരോട് പോയി ചോദിച്ചു നോക്കൂ, അവർ നിങ്ങളോട് പറയും നോട്ട് നിരോധനവും GSTയുമാണ് അവരുടെ കച്ചവടവും ജീവിതവും തൊലച്ചത് എന്ന സത്യം അവർ നിങ്ങളോട് പറയും. So you cannot have hatred and progress. നിങ്ങൾക്ക് ഒരിക്കലും വെറുപ്പും പുരോഗതിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. You cannot have violence and progress. നിങ്ങൾക്ക് ഒരിക്കലും ഹിംസയും പുരോഗമനവും സമന്വയിപ്പിക്കാൻ സാധിക്കില്ല. You cannot have disharmony and progress. നിങ്ങൾക്ക് ഒരിക്കലും സൗഹൃദവും പുരോഗതിയും അതിലൂടെ സാധിക്കുകയും ഇല്ല. And that is the message of this yatra. അതാണ് ഈ യാത്രയുടെ സന്ദേശം. I want to say one more thing. ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. And this is, to me, the single most important thing for this nation and for this state. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, a country that does not know how to respect its women can never ever achieve anything. ഒരു രാജ്യം അതിന്റെ സ്വന്തം നാരിമാരെ, അതിന്റെ സ്വന്തം സഹോദരിമായ സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ രാജ്യത്തിൽ ഒരിക്കലും പുരോഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രമാണം. A country that does not know how to empower its women can never ever achieve anything. സ്ത്രീകളെ ശാക്തീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയ്ക്ക്, ഒരു രാജ്യത്തിന് ഒന്നും നേടിയെടുക്കാൻ സാധ്യമാവുകയില്ല. And a country that views its women as second class citizens is doomed to failure. രണ്ടാം തരം പൗരന്മാരായി സ്ത്രീകളെ പരിഗണിക്കുന്ന ഏതൊരു രാജ്യവും തകരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. And the ideology of the BJP and the RSS views women as objects and as second class citizens. ബിജെപിയുടെയും RSSന്റെയും തത്വശാസ്ത്രം സ്ത്രീകളെ കേവലം ഉപകരണങ്ങളായും രണ്ടാം തരം പൗരന്മാരായും പൗരകളായും കാണുന്നുവെന്നുള്ളതാണ്. Many times you have heard when a woman gets molested, their leaders saying she got molested because it was her fault. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും, ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സഹോദരി അപമാനിക്കപ്പെടുന്നുവെങ്കിൽ ചില നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ്, അവൾ അവളുടെ കുറ്റം കൊണ്ടാണ് അവഹേളിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത് എന്ന്. And we have possibly the best example of how the BJP RSS treats women in this country. ഈ രാജ്യത്തെ ബിജെപിയും RSSും സ്ത്രീകളെ എങ്ങനെ പരിഗണിക്കുന്നുവെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. The most disgusting, the most shameful example, ഏറ്റവും നിരാശാജനകവും ഏറ്റവും ലജ്ജാകരവുമായിട്ടുള്ള ഉദാഹരണമാണത്. and I am talking about what has happened in Uttarakhand. ഞാൻ ഉത്തരാഖണ്ഡിലുണ്ടായ സംഭവ വികാസത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. Brothers and sisters, I don't know if you are aware of this. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ അതിനെക്കുറിച്ച് വേണ്ടുവോളം ബോധവാന്മാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But a BJP leader who ran a hotel, ഒരു ഹോട്ടൽ നടത്തിയിരുന്ന BJP നേതാവ്, whose son ran a hotel, അദ്ദേഹത്തിന്റെ മകനാണ് ഹോട്ടൽ നടത്തിയിരുന്നത്, was forcing a young girl who was a receptionist in that hotel to become a prostitute. താൻ നടത്തിയിരുന്ന ഹോട്ടലിലെ റിസപ്ഷനായിട്ട് ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ ഒരു അഭിസാരികയാകാനാണ് ആ നേതാവിന്റെ മകനും നേതാവും നിർബന്ധിച്ചു. Imagine this. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതിന്റെ അവസ്ഥ. A leader of the BJP owns a hotel. His son is forcing a woman to become a prostitute. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ഹോട്ടൽ നടത്തുന്ന BJP നേതാവിന്റെ മകൻ സ്വന്തം ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ വേശ്യാപണിക്ക് നിർബന്ധിക്കുകയാണ്. There are messages on her WhatsApp where she is saying, I refuse to become a prostitute. ഞാനൊരു വ്യഭിചാരിയാകാൻ, ഒരു വ്യഭിചാരിണിയാകാൻ വിസമ്മതിക്കുന്നുവെന്ന് തുറന്നു പറയുന്ന ആ സഹോദരിയുടെ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ്. They are offering her 10,000-15,000 rupees to become a prostitute. അവിടെ 10,000-15,000 അല്ലെങ്കിൽ ഇത്രയെങ്കിലും സംഖ്യ കൊടുത്തുകൊണ്ട് അവർ അഭിസാരികയുടെ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യം. And brothers and sisters, when this sister of ours refused to become a prostitute, she was found dead in a lake. അങ്ങനെ സ്വയം അഭിസാരികയാകാൻ തയ്യാറായില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ അതിന് വിസമ്മതിച്ച സഹോദരിയുടെ മൃതദേഹമാണ് പിന്നീട് അവിടെ കാണുവാൻ. When she refused to become a prostitute,
she was found dead in a lake. അഭിസാരികയാകാൻ വിസമ്മതിച്ച പെൺകുട്ടിയുടെ മൃതദേഹം ഒരു തടാകത്തിൽ കാണപ്പെടുകയാണ്. That is the way the BJP treats the women of India. അങ്ങനെയാണ് BJP രാജ്യത്തെ സഹോദരിമാരോട് പെരുമാറുന്നത്. And who took action? ആരാണ് അവരെ പിടിക്കേണ്ടത്? Who took action on the people who did this? ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ആരാണ് പിടികൂടേണ്ടത്? The people themselves was first to take action. ജനങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആദ്യമായിട്ട് നടപടിയെടുക്കേണ്ടത്. And what did the chief minister of the state do? ഈ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? He destroyed the evidence in the case. അദ്ദേഹം ഈ കേസിലുള്ള തെളിവുകൾ നശിപ്പിക്കുകയാണ്. By destroying the hotel. അദ്ദേഹം ആ ഹോട്ടലുണ്ടായിരുന്ന തെളിവുകൾ നശിപ്പിച്ചു. So that nobody could ever find out what happened. കാരണം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് ആർക്കും മനസ്സിലാക്കാൻ ഒരു തെളിവും ബാക്കിയില്ലാത്ത വിധം അതിനെ. This, brothers and sisters, is the ideology of the BJP. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ BJPയുടെ തത്വശാസ്ത്രം. Women are second class citizens for them. അവരെ സംബന്ധിച്ച് സ്ത്രീകൾ രണ്ടാം തരം പൗരകളാണ്. And India can never succeed with this ideology. ഈ ഒരു തത്വശാസ്ത്രം കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. Because India's strength, biggest strength, are our women. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സ്ത്രീ സമൂഹമാണ്. How can you talk about the future of a country if you cannot respect its women? സ്ത്രീകളെ ബഹുമാനിക്കാത്ത കാലത്തോളം നിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുക? Brothers and sisters, this is the truth of the BJP ideology. ബഹുമാന്യ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതാണ് BJPയുടെ തത്വശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. They respect nothing except power. അവർ അധികാരമല്ലാതെ മറ്റൊന്നിനെയും ബഹുമാനിക്കുന്നവരല്ല. They will do anything to get to power. അവർ അധികാരത്തിലെത്താൻ എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. And then once they have power, they will do anything to stay in power. അധികാരം കിട്ടിക്കഴിഞ്ഞാലോ അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. The result is that a young girl is dead in Uttarakhand. അതിന്റെ ഫലമാണ് ഉത്തരാഖണ്ഡിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളത്. The only reason she's dead is because she refused to become a prostitute. അതിന്റെ ഒരേ ഒരു കാരണം സ്വയം അഭിസാരികയാകാൻ അവൾ വിസമ്മതിച്ചു എന്നുള്ളത് മാത്രമാണ്. And I feel that we need to send a message to the BJP. നാം ഇവർക്കൊരു സന്ദേശം നൽകേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So at the end of this speech, I would like the crowd to stand in silence for 1 minute in memory of that girl and what she suffered. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ജനക്കൂട്ടത്തിലെ എന്റെ എല്ലാ സഹോദരന്മാരും എന്റെ ഈ സംസാരത്തിന്റെ അവസാനത്തിൽ അതിന്റെ ഉപസംഹാര വേളയിൽ ആ സഹോദരിയോടുള്ള ആദര സൂചകമായി അനുശോചന സൂചകമായി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. To send a message to them that we are not going to allow you to treat the women of India in this manner. ഇന്ത്യയിലെ സഹോദരിമാരെ, നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. It does not matter how powerful you are, how much money you have. We are not going to allow you to treat the women of India in this way. നിങ്ങൾ എത്ര ശക്തന്മാരാണെങ്കിലും നിങ്ങൾ എത്ര പണക്കാരാണെങ്കിലും നിങ്ങളെ ഈ ദുശ്ചൈതിയെ ഞങ്ങൾ അനുവദിക്കുകയില്ല തന്നെ എന്ന് വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഈ മൗനം. I would like to thank all of you for walking with us today. ഞങ്ങളോടൊപ്പം നടന്നതിന് ഞാൻ നിങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. Thank you for giving all your support and your energy. നിങ്ങളുടെ മുഴുവൻ പിന്തുണയും ഊർജവും തന്നതിന് നന്ദി. In helping us push the idea of a united India. ഞങ്ങളെ സഹായിച്ചതിന്, ഐക്യ ഭാരതത്തിന്റെ ആശയത്തെ ഉയർത്തിക്കാട്ടിയതിന്. In helping us fight so that youngsters in this country and in this state can get a job and are not going to be unemployed. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കണം, അവർ തൊഴിൽ രഹിതരായി തുടരരുത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചത്. And for helping us fight the immense inequality that this country is facing. അങ്ങേയറ്റത്തെ അതുല്യം, അങ്ങേയറ്റത്തെ അസമത്വം, തുല്യതയില്ലാത്ത അവസ്ഥാവിശേഷം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെതിരെ പോരാടാനുള്ള ശക്തി നൽകിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. We will not accept a country where 4 or 5 people have everything and millions and millions and millions of people have nothing. 4-5 ആളുകൾ മാത്രം എല്ലാം കൈക്കലാക്കുകയും മില്യൺ കണക്കിന് ജനങ്ങൾ ഒന്നുമില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. We will not accept a country where the only qualification of the richest people has to be that they are close to the prime minister. പ്രധാനമന്ത്രിയെ സമീപിക്കുക എന്ന ഒറ്റ യോഗ്യത മതി ഈ നാട്ടിലെ ഏതൊരു കോടീശ്വരനും എന്തും ചെയ്യാനുള്ള ഒരു അവസ്ഥാവിശേഷം എന്നുള്ളതിനെയും
നാം അംഗീകരിക്കുന്നില്ല. We will not accept a country where the second richest man in the world is Indian and the whole country is facing unemployment. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ത്യക്കാരനായിരിക്കെ ഇന്ത്യയിലെ മില്യൺ കണക്കിലെ ജനങ്ങൾ ദരിദ്രരായി തുടരുന്നതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. And I'd of course like to conclude by thanking Tangalji and thanking and giving us refuge this afternoon where we stayed. ഞങ്ങൾക്ക് പിന്തുണ നൽകിയതിനും സഹായിച്ചതിനും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശ്രമത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയതിനും ബഹുമാനപ്പെട്ട remember the great leader Tangalji. അതോടൊപ്പം തന്നെ അഭിമന്യനായ നേതാവ് സാദിഖ് അലി തങ്ങളെ ഞാൻ ഇവിടെ പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. Who exemplified the idea of bharat jodo, who exemplified the idea of bringing people together. ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുവരുന്നതിനും ഭാരത് ജോഡോ യാത്ര എന്ന സങ്കല്പത്തെ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ട ശക്തിയും പിന്തുണയും നൽകിയതിന്റെ പേരിലും ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ പ്രത്യേകം ഇവിടെ പരാമർശിക്കുകയാണ്. A man who advocated communal harmony and brotherhood across all religions. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സാമുദായിക സൗഹൃദവും ഐക്യവും ഉദ്ഘോഷിക്കുന്ന നേതാവാകുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. Thank you very much. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേയറ്റം നന്ദി. Now I would like everybody to stand in silence for 2 minutes for our sister who was brutally murdered in Uttarakhand by the BJP ministers. ഉത്തരാഖണ്ഡിൽ കൊല്ലപ്പെട്ട BJP മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളാൽ കൊല്ലപ്പെട്ട സഹോദരിക്ക് വേണ്ടി 2 നിമിഷം മൗനമാചരിക്കണമെന്ന് ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട് അവസാനമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.